എന്തൊക്കെ പറഞ്ഞാലും ഊരും പേരും അറിയാത്ത ഒരാളെ ഇവിടെ താമസിപ്പിക്കാൻ പറ്റുകയില്ല. അയാളിപ്പോ ഇട്ടിച്ചന്റെ മക്കളെ മുഴുവൻ തോപ്പിക്കുമെന്ന് പറഞ്ഞാലും വേണ്ട. അപ്പൊ ഞാനിവിടെ തല്ലുകൊണ്ട് ചാവുന്നതിൽ ആർക്കും ഒരു വിഷമമില്ല. ധൈര്യമില്ലാത്ത എനിക്ക് ധൈര്യമുള്ള ഒരാളെ ദൈവമായിട്ട് കിണറ്റിലിട്ട് തന്നതാ. എന്നിട്ട് നിങ്ങൾ അത് കണ്ടില്ല നടിക്കരുത്. എടാ, ഇവിടെ 2 പെങ്കൊച്ചുങ്ങൾ ഉള്ളതാ. അതിനെന്താ? വന്നിരിക്കുന്ന അന്യനൊന്നല്ലോ. പാതിരാത്രി സ്വന്തം വീട് തേടി വന്നപ്പോ പതക്കോ എന്ന് പറഞ്ഞ് കിണറ്റിൽ വീണു. വലിച്ച് കരപ്പേക്കേറ്റ് ഇട്ടപ്പോ വ്യത്യസ്തനായ ആ മനുഷ്യനെ സത്യത്തിൽ ആരും തിരിച്ചറിഞ്ഞില്ല. ഞെട്ടിപ്പിക്കുന്ന നഗ്ന സത്യ ഞാൻ വഴിയിൽ വെച്ചറിഞ്ഞത്. നീ എന്തൊക്കെയാ പറയുന്നേ? അപ്പനും അമ്മച്ചിയും ആ മുഖത്തേക്കൊന്ന് സൂക്ഷിച്ചു നോക്കിയേ. 18 കൊല്ലം മുമ്പ് ഒളിച്ചോടിപ്പോയ എന്റെ ജോസേട്ടനത്. എന്റെ ജോസേട്ടൻ. പണ്ടും ജോസേട്ടൻ ആ പാത്രത്തിന്റെ ഊട്ടേ കൂടി സൂര്യനെ നോക്കുമായിരുന്നു. നീ ഞങ്ങളുടെ ജോസ്മോനാണോ? ശരിയായിട്ടുള്ള ഓർമ്മശക്തിയോ ബുദ്ധിയൊന്നും ഇപ്പൊ ഇല്ല. എങ്ങനെയോ തിരിച്ചു വന്നു. കൂടുതലൊന്നും ചോദിക്കല്ലേ, പിണങ്ങി ഇറങ്ങി പോട്ടോ. സുഖമില്ലാത്ത കുട്ടിയത്. ജോസിന്റെ വലത് കൈമുട്ടിന് മുകളിലായിട്ട് ഒരു കാക്കപ്പുള്ളി ഉണ്ടായിരുന്നു. ഒന്ന് കാണട്ടെ. എന്തോ അപകടം പറ്റി ഓപ്പറേറ്റ് ചെയ്തപ്പോ കയ്യിലെ കാക്കപ്പുള്ളിയൊക്കെ പോയി. പക്ഷെ ജോസ് എന്ന പുള്ളി ഇത് തന്നെയാ. അമ്മച്ചി, ചായക്കടയിൽ പോണ വഴി പണ്ട് സ്കൂളിൽ പോകുമ്പോ എന്നെ ചേർത്ത് പിടിക്കണമല്ലേ പിടിച്ചിട്ട്. സോളൂട്ടാ, നിനക്ക് സുഖമല്ലേടാന്ന്. ഓ, എന്റെ നെഞ്ചൊന്ന് മിന്നി അമ്മച്ചി. മോനെ, നീ ഞങ്ങളുടെ ജോസ്മോൻ തന്നെയാണോ? എന്റെ ജോസ്മോനെ ടച്ച് ചെയ്യാതെ കരഞ്ഞോളൂ അമ്മച്ചി. ദേഹം മുഴുവൻ അഴുക്ക. ഇവിടെ ചാരി അമ്മച്ചി. അതേടെ മക്കളെ, വന്നല്ലോടാ നമ്മുടെ പൊന്നേട്ടൻ. മക്കളെ വാ. പരസ്യമായിട്ട് നമ്മുടെ പിള്ളേരെ തല്ലി ചതച്ചിട്ടും അപ്പച്ചൻ എങ്ങനെ അടങ്ങിയിരിക്കാൻ കഴിയുന്നേ? മോനെ ജോണിക്കുട്ടി, ഈ തല്ല് കൊടുക്കുന്നവർ അറിഞ്ഞിരിക്കേണ്ട ഒരു പാടുണ്ട്. ഇത് മറ്റുള്ളവർക്ക് കൊടുക്കാൻ വേണ്ടി മാത്രം സൃഷ്ടിച്ചിട്ടുള്ളൊരു സാധനമല്ല. ഇത് ഇടയ്ക്കൊക്കെ ഇങ്ങോട്ടും കിട്ടാനുള്ള ഒരു സാധനം കൂടിയാണ്. അത് നിന്റെ അനുജന്മാര് ഇഷ്ടം പോലെ വാങ്ങിക്കൂട്ടി. എന്നാലും എൻ്റെ അളിയ, പിള്ളേരെ തല്ലി ചതച്ചതോ പോട്ടെ, ഇവന്റെ ഡിക്കിയിൽ ഇവരെ തിളച്ച വെള്ളം ഒഴിച്ചില്ലയോ? ആരും അറിയണ്ട. ഇവന്റെ മാരേജ് ലൈഫ് ഇനി എന്തോ ആകും. വന്നിരിക്കുന്നവൻ ആ കുഞ്ഞാടിന്റെ ചോരയല്ലേ, പകയുണ്ടാവും. ചെറുപ്പത്തിലെ അവൻ കുഴപ്പക്കാരനായിരുന്നു, സൂക്ഷിക്കണം. ആ സമയത്ത് ഞാനില്ലാതെ പോയതാ കഷ്ടമായി പോയത്. ഭാഗ്യമായി പോയെന്ന് പറ. ഉണ്ടായിരുന്നെങ്കിൽ നിനക്കും കിട്ടിയേനെ. അമ്മയുടെ ആങ്ങളെയാണെന്ന് ഞാൻ നോക്കില്ല. അടങ്ങ് നീയും കൂടി തോറ്റാ നമ്മുടെ മാനം പോവും. മക്കളെ അക്രമത്തിന് വിടുമ്പോഴും അവരുടെ എണ്ണം കുറയാതെ നോക്കേണ്ടത് ഒരു അപ്പന്റെ കടമയാ. അതുകൊണ്ട് പറഞ്ഞതാ. കേട്ടിടത്തോളം വന്നിരിക്കുന്നവൻ ഒരു സാത്താന്റെ ജന്മമാ. എന്താടി ഒരു ശബ്ദം കേട്ടത്? ഓ, അത് ചേട്ടൻ എന്തെങ്കിലും കണ്ട് പേടിച്ചു വീണതായിരിക്കും.